ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വിജയലക്ഷ്മിനെയും ഗീതുവിനെയാണ്. അങ്ങനെ ഗീതു പറയുകയാണ്, ഏതായാലും ഞാൻ ഇനി എത്ര പരിശ്രമിച്ചാലും ആ തള്ളയുടെ മുഖം മൂടി വലിച്ചൂരാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, ഗോവിന്ദേട്ടൻ്റെ മുന്നിൽ വാത്സല്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാമാണ് രാധികാമ്മേനെ എത്രയ്ക്ക് തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചാലും അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞു, അതെനിക്കും അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന രാധികേനെ, നീ അറിയുന്നതിലും അപ്പുറം എനിക്ക് രാധികേനെ അറിയാം. അതുകൊണ്ട് തന്നെ അതൊക്കെ വെറും പാഴ് ശ്രമങ്ങളായിട്ട് പോവുകയുള്ളൂ. അവൾ തന്ത്രശാലി, അവൾ നിൽക്കാൻ പഠിച്ചവളാണ് എന്ന് പറഞ്ഞപ്പം അല്ല അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പണ്ട് ഞാൻ കിഷോറുമായിട്ടുള്ള ആ ഒരു കിഷോറും രാധികാമ്മയൊക്കെ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിഷോർ എങ്ങനെയോ മാറ്റിയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ CCTV ക്യാമറയ്ക്ക് എന്താണ് പറ്റിയത്, ആ റെക്കോർഡ് ചെയ്തൊക്കെ എവിടെ പോയി എന്ന് കിഷോറിനറിയാം. ഇത് അവർണിക വഴി ഞാൻ അന്വേഷിക്കണം എന്ന് ഓർത്തിരിക്കുകയാണ്. അവർണീനെ കൊണ്ട് അതെങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് സത്യത്തിൽ രാധികാമ്മയുടെ യഥാർത്ഥ മുഖം മൂടി അവിടെ വലിച്ചു കീറാനായിട്ട് സാധിക്കുകയില്ലേ എന്നിങ്ങനെ ചോദിച്ചു. യഥാർത്ഥ മുഖം മൂടി വലിച്ചു കീറാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞു, അതൊക്കെ ശരിയാ, പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇതൊക്കെ ചെയ്യുമ്പോഴും ആ രാധികയുടെ യഥാർത്ഥ മുഖം നിനക്ക് ഇപ്പോഴും അറിയില്ല എന്ന് പറഞ്ഞപ്പം, അതെ എങ്കിൽ പിന്നെ അതൊന്ന് കാണിച്ചതാ. ഇന്ന് സൂര്യാസ്തമത്തിന് മുമ്പ് അമ്മ രഹസ്യങ്ങൾ എന്നോട് പറഞ്ഞേ പറ്റൂ. എന്നെ ഇങ്ങനെ ഉണ്ടക്കണ്ണും വീഴ്ചൊന്നും നോക്കുമൊന്നും വേണ്ട. രഞ്ജുവിന് ഇന്ന് ഉച്ചയോടുകൂടി ഡിസ്ചാർജ് ചെയ്യും. അവൾ വന്ന് അമ്മയെ വന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മയും തരും. ആ നിമിഷം എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നേ പറ്റൂ. ഇനി മുങ്ങാനാ ശ്രമിച്ചാലുണ്ടല്ലോ, ഞാൻ കൊല്ലും. പിന്നെ ശുദ്ധ സംഗീതത്തിൽ തൊട്ടാ സത്യം ചെയ്തത്. അങ്ങനെ സംഭവിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ വാക്ക് പാലിക്കും. നീ ചോദിക്കാതെ തന്നെ എല്ലാം ഞാൻ തുറന്നു പറയും ഗീതു. പക്ഷേ അങ്ങനെ സംഭവിക്കണം, അത് സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മാജിക്ക് സംഭവിക്കുമോ ഗീതു? ഒരിക്കലുമില്ല. സംഭവിക്കും അമ്മേ, സംഭവിക്കും. ഞാനല്ലേ പറയുന്നത്, അമ്മയുടെ ഗീതു അല്ലേ പറയുന്നത്. രഞ്ജുവിൻ്റെ മനസ്സിൽ നിന്ന് അമ്മയുടെ മനസ്സിലുള്ള ആ ഒരു വെറുപ്പുണ്ട്, അമ്മയോടുള്ള വെറുപ്പുണ്ടല്ലോ, അതൊക്കെ ഞാൻ മാറ്റും. പിന്നെ ധ്യാനെ അറിയാലോ, ധ്യാൻ പറഞ്ഞാൽ പിന്നെ നമ്മുടെ രഞ്ജു മാറൂലേ. ഏതായാലും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു ഓണടി കേട്ടു മുറ്റത്ത്. അപ്പോഴത്തേക്കാണെങ്കിൽ എത്തി ആ മജീഷ്യൻ വരുന്നുണ്ട്. ആ മജീഷ്യനുമായിട്ട് എൻ്റെ ആങ്ങളെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ധ്യാനെ കൊണ്ടുവരാൻ പോയതാണ് കേട്ടോ. ആര്? നമ്മുടെ അജാസ്. അങ്ങനെ നമ്മുടെ അജാസ് വന്ന് ഇറങ്ങുന്നു. അജാസിൻ്റെ പുറകെ ധ്യാൻ വരികയാണ്. അങ്ങനെ ധ്യാനിൻ്റെ ഒരു എൻട്രി തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വിജയലക്ഷ്മി സത്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ധ്യാൻ വരൂന്ന്. അങ്ങനെ നമ്മുടെ ധ്യാൻ വന്ന് ഇറങ്ങുന്നു. വിജയലക്ഷ്മി സത്യം പറഞ്ഞ അന്തം വിട്ട് കുന്തം പോലെ നിൽക്കുകയാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമ്മുടെ വിജയലക്ഷ്മി. അങ്ങനെ ധ്യാനിനെ കണ്ടതും മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല നമ്മുടെ വിജയലക്ഷ്മിയുടെ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ധ്യാനിനെ കണ്ടതും ധ്യാൻ എന്നിങ്ങനെ വെച്ചു. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ധ്യാൻ വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ വിജയലക്ഷ്മിക്ക് എന്തോ ധ്യാനിനോട് എന്തോ ഒരു ദേഷ്യമുള്ളത് പോലെയൊക്കെയാണ് തോന്നുന്നത്. ഈ മജീഷ്യൻ വരുന്നേ പറഞ്ഞുള്ളൂ, ധ്യാൻ വരുന്നു പറഞ്ഞില്ല കേട്ടോ നമ്മുടെ ഗീതു. അപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, എങ്ങനെയുണ്ട് എൻ്റെ മജീഷ്യൻ? ഈ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞ മജീഷ്യൻ ധ്യാൻ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടി നിൽക്കുന്ന നമ്മുടെ വിജയലക്ഷ്മിയോട്, എങ്ങനെയുണ്ട് ഗീതുവിൻ്റെ മാജിക് എന്ന് ചോദിച്ചു. മാജിക്കോ എന്നിങ്ങനെ ആ ഒരു അർത്ഥത്തിൽ ഇങ്ങനെ വിജയലക്ഷ്മി നിൽക്കുക. വിജയലക്ഷ്മിക്ക് ഒന്നും പ്രതികരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ഏതായാലും നമ്മുടെ ധ്യാൻ പതിയെ വിജയലക്ഷ്മിയുടെ മുമ്പിൽ വന്ന് നിന്നു. ഇത് സത്യമാണോ സ്വപ്നമാണോ എന്നൊന്നും വിജയലക്ഷ്മിക്ക് അറിയാൻ പറ്റില്ലാത്തൊരവസ്ഥ. അങ്ങനെ ധ്യാൻ ആൻറ്റി എന്നിങ്ങനെ വിളിച്ചിട്ട് കാലിൽ ഇങ്ങനെ തൊട്ട് എഴുതപ്പോഴത്തേക്കും മതി നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മുഖത്തേക്ക് നോക്കുന്നതൊക്കെ വെറുപ്പോട് കൂടി തന്നെയാണ് കേട്ടോ. ധ്യാനെ അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ വിജയലക്ഷ്മി പറഞ്ഞു, ഇനിയും ഞാൻ നിന്നെ കാണുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ലെന്ന് പറയുമ്പം, ഒരിക്കലും ഞാനും അത് പ്രതീക്ഷിച്ചില്ലായിരുന്നു, പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വേണ്ടി വന്നു എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ധ്യാൻ ചോദിച്ചു, അല്ല നിങ്ങളാണോ എന്നെ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു ഗീതുവിനോട്. അതെ, ഞാൻ തന്നെയാണ് ധ്യാൻ വിളിച്ചുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറഞ്ഞു. അല്ല, അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ? അതെ, അറയ്ക്കൽ ഗോവിന്ദ് മാധവൻ്റെ ഭാര്യ തന്നെയാണ് ഞാൻ. എൻ്റെ പേര് ഗീതാഞ്ജലി എന്നിങ്ങനെ പറഞ്ഞു.
അപ്പോഴത്തേക്ക് ഇതൊക്കെ കണ്ടിട്ട് വലിയ സന്തോഷത്തോടു കൂടി നമ്മുടെ അജാസ് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ധ്യാൻ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, അമ്മ എന്താ നോക്കി നിൽക്കുന്നത്, ധ്യാനിനെ അകത്തേക്ക് ക്ഷണിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി, ധ്യാൻ നീ എന്തിനാ വന്നത്, അതാദ്യം പറ. ഞാൻ വന്നത് രഞ്ജുവിന് വേണ്ടി, അവളെ കാണാൻ, അവളോടൊപ്പം ജീവിക്കാൻ. ധ്യാൻ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൾക്കൊരു കുടുംബജീവിതം ഇല്ലയെന്ന്. എന്നിട്ട് നിന്റെ മുന്നിൽ വെച്ചല്ലേ ഡോക്ടറൊക്കെ പറഞ്ഞത് അവളെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ നിന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതല്ലേ. എന്നിട്ടല്ലേ ഞാൻ നിന്നെ പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പം നീ എന്ത് പ്രതീക്ഷയിലാണ് മടങ്ങി വന്നിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗീതു പറഞ്ഞു, എൻ്റെ പൊന്നോ, മെഡിക്കൽ സയൻസ് പറഞ്ഞത് കുടുംബജീവിതം പറ്റില്ല എന്നാ. ഇവർക്കൊരു പ്രണയ ജീവിതം സാധ്യമാവുമല്ലോ, അത് സാധ്യമാകാതിരിക്കും അമ്മ. അതുകൊണ്ട് ഇവർ തമ്മിൽ പ്രണയിക്കുക. ഇനി ഇവർ തമ്മിൽ കുടുംബജീവിതമൊന്നും വേണ്ട. ആ പ്രണയ ജീവിതം രഞ്ജുവിൻ്റെ ആയുസ് വർദ്ധിപ്പിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് അമ്മ. ഗീതു, നീ എന്താ ഗീതു പറയുന്നത്? നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഇവളെ കാണുന്നതേ അവൾ പറയാൻ പോകുന്നത് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണമെന്നായിരിക്കും. അതാ അവളുടെ ആവശ്യം. അപ്പോഴത്തേക്കും നമ്മുടെ ധ്യാൻ പറഞ്ഞു, ഞാൻ അവളുടെ മുന്നിൽ ചെന്ന് നിന്നാൽ സത്യം തുറന്നു പറയും. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഗീതുവിൻ്റെ ഫോൺ കോൾ കാരണമാണ് എൻ്റെ ജീവിതം എനിക്കിപ്പോൾ തിരിച്ചു കിട്ടിയത്. എനിക്ക് വേറൊന്നും വേണ്ട, ഒരു കുടുംബജീവിതം ഒന്നും വേണ്ട. എൻ്റെ രഞ്ജുവിനെ മാത്രം മതി എനിക്ക് എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി ചോദിച്ചു, എത്ര നാൾ അവളെ കളിപ്പിക്കാൻ പറ്റും, അവളെ ഇങ്ങനെ പറഞ്ഞ് എത്ര നാൾ വിഡ്ഢിയാക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതു പറഞ്ഞു, അത് രഞ്ജുവിന് ഇനി എത്ര നാൾ ആയുസുണ്ടോ അത്രയും നാൾ വരെ നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റില്ലേ. ധ്യാനിന് അവൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റില്ലേ. അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ധ്യാനിനെ വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം നമ്മുടെ വിജയലക്ഷ്മി അകത്തേക്ക് കയറിപ്പോയിട്ട് ദേഷ്യം വന്നിട്ട്, ഒരിക്കലും നമ്മുടെ വിജയലക്ഷ്മിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം തൻ്റെ മകൾക്ക് എത്രത്തോളം ആയുസ്സുണ്ട്, എന്താണ് രോഗമെന്ന് നല്ലൊരു വ്യക്തത ഉള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതവും കൂടെ കളയണ്ടല്ലോ എന്നോർത്താണ് നമ്മുടെ വിജയലക്ഷ്മി ഇതൊക്കെ പറഞ്ഞത്. അങ്ങനെ നേരെ നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഗീതു ചെന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ വേദനിപ്പിക്കുന്നത്? എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, വേറൊന്നുമല്ല. അത് രഞ്ജു സന്തോഷത്തോടെ കഴിയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയാം. നമുക്ക് വേറൊന്നും നോക്കണ്ട. ഗോവിന്ദേട്ടൻ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് രഞ്ജുവിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പം, ഗോവിന്ദേട്ടൻ്റെ പണം കണ്ടിട്ടാണോ നീ ഇപ്പോൾ രഞ്ജുവിനെ രക്ഷിക്കാൻ നടക്കുന്നത്? അല്ല, ആ പണം കണ്ടിട്ടാണോ ഇവൻ ഇങ്ങോട്ട് വന്നേക്കുന്നതെന്ന് ചോദിച്ചു. സാധാരണ അമ്മമാരൊക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മുടെ വിജയലക്ഷ്മി ചോദിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ധ്യാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ പണം കണ്ടിട്ടല്ല, ഞാൻ രഞ്ജുവിനെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് പണമല്ല, എനിക്ക് രഞ്ജുവിനെ ആവശ്യം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ രോഗത്തിൻ്റെ പേരിൽ അവളെ എനിക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. പിന്നെ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ഒഴിഞ്ഞു മാറി നിന്നത് അത് അവളോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലാതെ അവളോട് എനിക്കൊരു ദേഷ്യവും വൈരാഗ്യവും ഇല്ലായിരുന്നു. എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ കുറ്റബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടുമായിരുന്നു. ഈ രോഗം കാരണം ഞാൻ മാറി നിന്നല്ലോ എന്ന ആ ഒരു തോർത്ത് അപ്പോഴാണ് ഗീതു വിളിച്ചതും ഗീതു കാര്യങ്ങളൊക്കെ പറഞ്ഞതും എന്ന് പറയുമ്പോഴത്തേക്കും ഗീതു വിളിച്ചതൊക്കെ കാണിക്കുന്നുണ്ട്. ഗീതു വിളിച്ച് നമ്മുടെ ധാന്യം ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു. അത് വേറൊന്നുമല്ല, രോഗം ഒരിക്കലും ഒരാളുടെയും കുറ്റമല്ല. അവൾ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമോ? ഈ ലോകത്തിൽ ഏറ്റവും വേണ്ടത് സ്നേഹം തന്നെയാണ്, അല്ലാതെ അതിന് പണത്തിനൊന്നും ഒരു പ്രാധാന്യവുമില്ല. ഒരു കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിപ്പോൾ കുട്ടികൾ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ പ്രണയം അത് യാഥാർത്ഥ്യമാണെങ്കിൽ അത് സത്യമായിട്ടും അവളുടെ ജീവൻ നിലനിർത്തും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്തപ്പോഴാണ് നമ്മുടെ ധ്യാൻ വന്നത്. അതുകൊണ്ടാണ് എനിക്കൊരു ചെറിയൊരു സംശയം, ഇനി ധ്യാന് പണം മോഹിച്ചിട്ട് തന്നെയാണോ വന്നതെന്ന് അറിയില്ല. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിജയലക്ഷ്മിയുടെ മുമ്പിൽ ചെന്ന് ധ്യാൻ ഒരുപാട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ അവളെ ഇനി തള്ളി പറയില്ല, അവളെ ഞാൻ ചേർത്ത് പിടിക്കുകയുള്ളൂ. നമുക്ക് അവളെ രക്ഷിക്കണം. അവളുടെ ജീവൻ, അവൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, അവൾ ജീവിച്ചിരിക്കുന്ന ആ കാലം അത്രയും എനിക്ക് അവളെ പൊന്നു പോലെ നോക്കി അവളെ സ്നേഹിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ വിളിക്കുകയാണ്. അങ്ങനെ ഗീതു പേടിച്ചിരിക്കുക. ഇനിയിപ്പം എങ്ങനെ അവതരിപ്പിക്കുമെന്നറിയില്ല രഞ്ജുവിനെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന കാര്യം ഗോവിന്ദൻ്റെ മുന്നിൽ. അതുകൊണ്ടാണ് ചെറിയ പേടിയൊക്കെ ആയിട്ട് നമ്മുടെ ഗീതു ഇരിക്കുന്നത്. അങ്ങനെ അജാസ് ഗീതുവിനെ സമാധാനിപ്പിക്കുകയാണ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട ഗീതാഞ്ജലി മേഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്കതൊക്കെ പറഞ്ഞ് സെറ്റാക്കാമെന്ന് അജാസ് ഒരു ധൈര്യം കൊടുക്കുന്നുണ്ട് കേട്ടോ. അജാസിൻ്റെ ആ ഒരു ധൈര്യം വല്ലാത്തൊരു ധൈര്യം തന്നെയാണ് ഗീതുവിന് കിട്ടുന്നത്. അങ്ങനെ ഏതായാലും ആ ഒരു സീൻ കഴിയുന്നു. ഗോവിന്ദൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്ന് പറഞ്ഞിട്ടാട്ടോ ഫോൺ കട്ട് ചെയ്യുന്നത്. ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ വിലാസിനിയാണ്. വിലാസിനി രണ്ടും കൽപ്പിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. വിലാസിനി ആണെങ്കിൽ ദൂർത്തടിച്ചുകൊണ്ട് നടക്കുക. അപ്പം പെട്ടെന്നൊരു എന്തോ ഒരു ആൾ വന്നു, എന്തോ കൊറിയറും കൊണ്ടാണ് വന്നത്. കൊറിയറല്ല, ഫുഡ് ഡെലിവറിയാണ് കേട്ടോ. അപ്പം ഫുഡും കൊണ്ടാണ് വന്നത്. അപ്പോൾ ഫുഡ് മേടിക്കുന്നു, ചിക്കൻ എങ്ങാണ്ടാണ്. അപ്പം ചിക്കൻ മേടിക്കുന്നു, എന്നിട്ട് ടിപ്പായിട്ട് 400 രൂപയാണ് അയാൾക്ക് കൊടുക്കുന്നത്. അയാളാണെങ്കിൽ ലെക്കടിച്ച പോലെ അങ്ങ് പോവുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പ്രിയയും വിനോദം നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രിയ അമ്മ ഇതെന്താ ഈ കാണിക്കുന്നത്, അമ്മയ്ക്ക് എവിടുന്ന പൈസ, അമ്മ എന്തിനീ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഉണ്ടാക്കുന്ന ഫുഡ് വായി വെച്ചേ കൂട്ടാൻ കൊള്ളത്തില്ലാഞ്ഞിട്ടാ ഞാൻ പുറത്തുനിന്ന് മേടിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മ തന്നെ ഫുഡ് ഉണ്ടാക്കുക, അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ പിന്നെ ആ പൂതി നിൻ്റെ മനസ്സിലങ്ങ് ഇരുന്നാൽ മതി. എനിക്ക് പൈസ തന്ന ആൾ പറഞ്ഞേക്കുന്നത് ഞാൻ ഒരു പണിയും ചെയ്യരുതെന്നാ, ഞാൻ ഒരു പണിയും ചെയ്യാനും പാടില്ല, അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം, ട്രീറ്റ്മെൻറ്റ് തീരുന്ന വരെയെന്നാ, അതുകൊണ്ടേ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നും എന്നെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ എൻ്റെ പൊന്നുമോള് നോക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങ് കയറിപ്പോയി. വിജയലക്ഷ്മി കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രിയ പറഞ്ഞു, വിനോദിനോട് പറഞ്ഞു, ഇത് എന്താ, ഇത് ആരാ ഈ പൈസ കൊടുത്തെന്നൊരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ, ഏതായാലും കുറേ പൈസ രണ്ടും കൂടെ പൊടി പൊടിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം നമ്മുടെ വിനോദ് പറഞ്ഞു, ഏതായാലും അവരുടെ കയ്യിൽ വേണ്ടോളം പൈസയുണ്ട്, ഞാനാണല്ലോ ഇപ്പോൾ ഇവിടെ പലരുടെയും അടിമ, എന്നെ അടിമക്കണ്ണിയാക്കി ഇട്ടേക്കല്ലേ, ഉള്ള പൈസയും ഊറ്റിയെടുത്തോണ്ടിരിക്കുക എന്ന് പറയുമ്പം അതെ ഞാൻ അടിമക്കണ്ണിയാക്കി ഇട്ടേക്കുന്നതല്ല, എന്നോട് ഗീതു ചേച്ചി ഒരു തന്ത്രം പറഞ്ഞു തന്നിട്ട് അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ല നിനക്കെങ്കിൽ പിന്നെ എന്നെ മാറ്റിയെടുത്ത പോലെ എൻ്റെ അച്ഛനെ അമ്മയെ മാറ്റിയെടുക്കത്തില്ലേ, അത് മാറ്റിയെടുക്കും, ഗീതു ചേച്ചിയുടെ സഹായം തേടി പോകും ഞാൻ, എന്നിട്ട് എല്ലാം മാറ്റിയെടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാധിക വിളിക്കുന്നത് ആരെ, പ്രിയനെ. അങ്ങനെ പ്രിയ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്ത ഉടനെ തന്നെ മോളെന്താ ഇങ്ങോട്ടേക്കൊന്നും വരാത്തത്, ഇപ്പോൾ 2-3 ആഴ്ച ആയല്ലോ വന്നിട്ട് എന്ന് പറഞ്ഞപ്പം അതെന്തിനാമ്മേ ഞാൻ എപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നത്, 2-3 ആഴ്ച ആയതല്ലേ ഉള്ളൂ, അപ്പം നീ കണക്കൊക്കെ എഴുതി വെച്ചേക്കാണല്ലേ, നിനക്ക് ഇവിടെ വരാൻ പ്രത്യേകിച്ച് സമയമല്ലോ വേണോ, പിന്നെ ഞാനൊരു കാര്യം പറയാം, നിൻ്റെ ഏട്ടനെ വന്നൊന്ന് കാണുന്നത് നന്നായിരിക്കും, നിൻ്റെ ഏട്ടൻ കൈവിട്ട് പോയിട്ട് നിൽക്കുക, അറിയാലോ ആ രഞ്ജു എന്ന് പറയുന്ന ആ കുഞ്ചു, അവൾ നിൻ്റെ ഏട്ടനെ സോപ്പിട്ടെടുത്തേക്കുക, അവളുടെ കാര്യം നോക്കാൻ വേണ്ടുവോളം സമയമുണ്ട്, ഭയങ്കര തിരക്കുള്ള വലിയ MD ഒക്കെയാ, നിൻ്റെ അടുത്ത് വരാൻ സമയമില്ലല്ലോ, പക്ഷേ അവളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത് നീ അറിയുന്നില്ലല്ലേ, അവളെയാ ഇപ്പം സ്നേഹിക്കുന്നത് നിന്നേക്കാൾ കൂടുതൽ. ഇത് കേട്ടപ്പം പ്രിയയ്ക്ക് സഹിക്കുമോ, പ്രിയ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പ്രിയ പറഞ്ഞു, അമ്മ എന്താ ഈ പറയുന്നത്, സത്യമോ മോളെ ഞാൻ പറയുന്നത്, ഇപ്പം ഗോവിന്ദന് മാത്രമല്ല ഗീതുവും ഗോവിന്ദനും രണ്ടുപേരും രഞ്ജുവിൻ്റെ പുറകെയാ, നിനക്ക് കിട്ടാനുള്ള സ്നേഹം മുഴുവനും കിട്ടുന്നത് ഇപ്പം രഞ്ജുവിനെ അവൻ കൈവെള്ളെ കൊണ്ടാണ് നടക്കുന്നത്, ഇനിയിപ്പം നീ പുറമ്പോക്ക് തന്നെ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞത്, ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ. അമ്മ അത് പിന്നെ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും എൻ്റെ ഗോവിന്ദേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ഗോവിന്ദേട്ടനുള്ള ഒരേ ഒരു പെങ്ങൾ ഞാൻ തന്നെയാണ്, ഞാൻ ഏതായാലും ഇപ്പം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഇതേ സമയം നമ്മുടെ രാധികാമ്മ മനസ്സിൽ വിചാരിക്കാം, ഏതായാലും ബയോളജിക്കൽ മദറും പെങ്ങളും വന്നിട്ടുണ്ട്, ഇനിയിപ്പം കാര്യത്തിലൊരു തീരുമാനം ആവുമല്ലോ, അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, പ്രിയനെ മുൻനിർത്തി കളിക്കണം, പ്രിയനെ മുൻനിർത്തി കളിച്ചാലേ ഇതിനൊരു അവസാനം കാണത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. ഏതായാലും ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്, അടുത്ത വിശേഷമായിട്ട് എത്രയും വേഗം വരാട്ടോ. അതുവരെ ടാറ്റാ ബൈ ബൈ.